Most welcome to the most wanted. ഇന്ന് നമ്മൾ ശുദ്ധികലശം CPM-ൻ്റെ ശുദ്ധികലശം വാഹനം KL02 ആണ്, കൊല്ലം ജില്ല. കൂടുതൽ വിവരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അനുഭവകഥ പറയാനുണ്ട്. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരാവശ്യത്തിന് പോവുകയുണ്ടായി. അവിടെ അപ്പോൾ മുതിർന്ന പാർട്ടി നേതാവും ദശകങ്ങളോളം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായി പ്രവർത്തിച്ച സഖാവ് PK ഗുരുദാസൻ എത്തിച്ചേർന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ട് വണങ്ങി എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോടൊരു മറുചോദ്യമാണ് ഉത്തരമായി പറഞ്ഞത്, ഞാൻ എവിടുന്ന് വരണം, ഞാൻ വരേണ്ടത് എവിടുന്നാണ്. ഞാൻ ചോദിച്ചു, പുളിമാത്തുനിന്നാണോ വരുന്നത്, അല്ലാതെ എവിടുന്നാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹത്തിന് പുളിമാത്ത് പോയി താമസിക്കുന്നതിനുള്ള ആ ഒരു മനോദുഃഖമാണ്. പുളിമാത്ത് ഭാര്യയുടെ വീട് നിൽക്കുന്നതാണ്. അവിടെ അവർക്ക് അല്പം സ്ഥലമുണ്ട്. അവിടെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഒരു വീട് പണിത് അദ്ദേഹത്തിന് നൽകിയത്. ഏതാണ്ട് 10-50 വർഷക്കാലം, ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം, പോളയത്തോട്ട് താമസിച്ച, പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് ജീവിച്ച ആ മനുഷ്യനെ ആരും മൂലയിലേക്ക്, പുളിമാത്തെന്ന് പറയുന്ന കിളിമാനൂർ പഞ്ചായത്തിലെ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിന് വീട് വെച്ച് പാർട്ടി കൊടുത്തു. അത് വളരെ മോശപ്പെട്ട, വളരെ ഒരു ധാർമ്മികതയില്ലാത്ത, കരുതിക്കൂട്ടിയുള്ളൊരു പ്രവർത്തനമാണ്. അദ്ദേഹത്തെ കൊല്ലത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ കേന്ദ്രീകരണം മാറ്റുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്ന് അദ്ദേഹത്തിന് തന്നെ പരിഭവം, പരാതി ഉള്ളതുപോലെ ഈ വാക്കുകളിൽ നിന്ന് ഈ കേൾക്കുന്ന നിങ്ങൾക്കും വായിച്ചെടുക്കാമല്ലോ. എന്തായാലും എനിക്കങ്ങനെ തോന്നി. ഞാൻ പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ ആളല്ലാത്തത് കൊണ്ട് ഇവിടെ തന്നെ, കൊല്ലത്ത് തന്നെ ഏതെങ്കിലും മുതലാളിയോട് PK ഗുരുദാസൻ വിളിച്ച് പറഞ്ഞാൽ ഒരു 10 സെൻറ്റും വീടും ആ നഗരഹൃദയത്തിൽ തന്നെ അദ്ദേഹത്തിന് വെച്ചു കൊടുക്കും. അത്രയ്ക്ക് അംഗീകാരമുള്ള ജനകീയ നേതാവാണ്. അതിനൊന്നും PK ഗുരുദാസനെ കിട്ടില്ല. അദ്ദേഹം പാർട്ടി വെച്ചു കൊടുത്ത വീട്ടിൽ തന്നെ താമസിച്ചു. പക്ഷെ പാർട്ടി അതിനകത്തൊരു ഔചിത്യം കാണിച്ചില്ല എന്നുള്ള വേദന അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കേവർക്കും വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഒരു അനുഭവകഥ എന്ന് കണ്ടാൽ മതി. കൊല്ലം ജില്ലയിൽ CPIM കെട്ടിപ്പടുക്കുന്നതിൽ പുതിയ കാലത്ത് എന്ന് പറഞ്ഞാൽ ആധുനിക കാലത്ത് N. ശ്രീധരൻ, NS എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന N. ശ്രീധരൻ, CP കരുണാകരൻ പിള്ള, MK ഭാസ്കരൻ, PK ഗുരുദാസൻ തുടങ്ങിയ നേതാക്കന്മാരുടെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെയാണ് കൊല്ലം ജില്ലയിൽ ഈ പ്രസ്ഥാനം, തൊഴിലാളി വർഗ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ചത്. ഇന്ന് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ പാർട്ടി, ജനസ്വാധീനത്തിൻ്റെ കാര്യത്തിലായാലും പ്രവർത്തകരുടെ കാര്യത്തിലായാലും ഒക്കെ ഇന്ന് കൊല്ലം ജില്ലയിലെ പാർട്ടി, ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് CPIM ആണ്. ആർക്കും തർക്കമില്ല. അപ്പോൾ ചിലർ ചിന്തിക്കും CPIക്കും അവിടെ സ്വാധീനമുണ്ടല്ലോ എന്ന്. CPIക്കും നാമമാത്രമായ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അല്പം ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഉള്ള ശക്തി അവിടെ ഉണ്ട്. അത്രയേ ഉള്ളൂ. അങ്ങനെ കാണുമ്പോൾ 4 മണ്ഡലങ്ങളിലാണ് അവർ മത്സരിക്കുന്നത്. പക്ഷേ ഈ 4 മണ്ഡലങ്ങളിലെയും
ഏറ്റവും വലിയ പാർട്ടി CPIM തന്നെയാണ്. പുനലൂർ എടുക്കാം, പുനലൂരിൽ ഏറ്റവും വലിയ പാർട്ടി CPM ആണ്. ചാത്തന്നൂർ എടുക്കാം, അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി CPM ആണ്. ചടയമംഗലത്ത് അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി CPM ആണ്. കരുനാഗപ്പള്ളിയിൽ അവിടെയും ഏറ്റവും വലിയ പാർട്ടി CPM ആണ്. അപ്പോൾ CPMൻ്റെ ചിറകിലേറി ഇങ്ങനെ CPI സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇവിടുത്തെ മാത്രമല്ല, സംസ്ഥാനത്തുടനീളമുള്ള അവസ്ഥയാണ്. തൃശ്ശൂരിലും അവർക്ക് കുറച്ച് സ്വാധീനം ഉള്ള ഒരു മേഖലയാണ്. എങ്കിലും അവിടുത്തെ ഏതെങ്കിലും മണ്ഡലത്തിൽ ഏറ്റവും വലിയ പാർട്ടി ഒരിക്കലും CPI അല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്നാലും ഇങ്ങനെ ഈ പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിന് പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കന്മാരുടെ ത്യാഗപൂർണമായ പട്ടിണി കിടന്നും ജയിലിൽ കിടന്നും അടികൊണ്ടും ഉണ്ടകളുടെ മർദ്ദനമേറ്റുമൊക്കെ ഉള്ള ത്യാഗസുരഭിലമായ ഒരു ജീവിതം ഈ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഞാൻ ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ. PK ഗുരുദാസിന് ശേഷം K രാജഗോപാലാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി കടന്നു വന്നത്. K രാജഗോപാൽ പത്തനാപുരം താലൂക്കിലെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. അന്ന് താലൂക്ക് കമ്മിറ്റിയാണ്. മിച്ചഭൂമി സമരത്തിലും തെന്മല വാലി സമരത്തിലും ഒക്കെ സജീവമായി പങ്കെടുത്ത, ആ സമരത്തിൻ്റെ നായകനായി പ്രവർത്തിച്ച K രാജഗോപാൽ സൗമ്യനും സത്യസന്ധനും കാര്യങ്ങളിൽ സുതാര്യവുമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ആഷ്ബുഷ് സൈസ് ജാടകളോ മറ്റോ ഇല്ലാത്ത, ഇടിച്ച് നിൽക്കുന്ന പ്രകൃതമില്ലാത്ത, എന്നാൽ തൻ്റെ അഭിപ്രായം കണിശമായി കൃത്യമായി കർക്കശമായി പറയുന്നതിൽ, വളരെ യുക്തിഭദ്രമായി പറയുന്നതിൽ വളരെ സമർത്ഥനാണ് ശ്രീ K രാജഗോപാൽ. 3 തവണ സംസ്ഥാന സെക്രട്ടറിയായി 3 സമ്മേളന കാലയളവ്, അതായത് 9 വർഷം, 10 വർഷം, പിന്നെയും തുടർന്ന് കുറച്ചു കാലം, 10 വർഷത്തിൽ ഒരു ദശാബ്ദക്കാലത്തിലേറെയായി കൊല്ലം ജില്ലയെ പോലുള്ള ഏറ്റവും വലിയ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ CPM യൂണിറ്റ് കണ്ണൂർ എന്നൊക്കെ പറയുന്നെങ്കിലും കണ്ണൂരിലെ 3-4 സീറ്റുകളിൽ UDF ആണ് വിജയിക്കുന്നത് സ്ഥിരമായി. അവിടുത്തെ പാർട്ടി പിന്നെ എല്ലാവർക്കും ഒരു പാർട്ടി ഗ്രാമമായിട്ടൊക്കെയുള്ള ഒരു സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് അവിടുത്തെ പാർട്ടി ഏറ്റവും വലിയ പാർട്ടിയാണെന്ന് പറയുന്നത്. പക്ഷേ ജനസ്വാധീനത്തിൻ്റെ കാര്യത്തിലോ പാർലമെൻ്ററി രംഗത്തെ കാര്യമാണെങ്കിലും പരിശോധിച്ചാൽ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ കണ്ണൂർ K സുധാകരനല്ലേ എത്രയോ കാലം ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ 4 സീറ്റുകൾ അവിടെ കണ്ണൂരിൽ UDF ആണ് നേടുക. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ 11 സീറ്റുകളിൽ 11ഇടത്തും വിജയിച്ച് വെന്നിക്കൊടി പാറിച്ച പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് ശ്രീ K രാജഗോപാൽ. അതിനുശേഷം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ഇളം തലമുറയിലെ KN ബാലഗോപാൽ വന്നു. അദ്ദേഹം കുറച്ചുകൂടി താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെറുപ്പക്കാരെ കണ്ടുവച്ച് അവരെ വളർത്തിയെടുക്കുന്നതിൽ നിസ്തുലമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ അതിനുശേഷം ജില്ലാ സെക്രട്ടറിയായി കഴിഞ്ഞ സമ്മേളനം തിരഞ്ഞെടുത്തത്, കഴിഞ്ഞ 2 സമ്മേളനമായി S സുദേവനാണ്. S സുദേവൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന വേളയിൽ വളരെ സമർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കോമ്രേഡാണ്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം MH ഷാരിയറും ഷാജിലാലും മോഹൻകുമാറുമൊക്കെ DYFI വിട്ട് CMBയിൽ MV രാഘവനോടൊപ്പം പോയ കാലത്ത് ഈ ജില്ലയിലെ DYFI പ്രസ്ഥാനത്തെ നയിക്കുന്നതിന് വേണ്ടി വളരെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് വന്ന അദ്ദേഹം
ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷററായി പ്രവർത്തിക്കുകയുണ്ടായി. അതിനുശേഷമാണ് പൊതു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ചടയമംഗലം, ഇപ്പോൾ അത് 2 ഏരിയ കമ്മിറ്റിയാണ്. കടക്കൽ കേന്ദ്രീകരിച്ചുള്ള ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പൊതു പ്രസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി, സംസ്ഥാന കമ്മിറ്റി മെമ്പറായി, ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുമായി. അദ്ദേഹമാണ് ആദ്യമായിട്ട് കൊല്ലം ജില്ലയിൽ നിന്ന് പിണറായി പക്ഷത്തേക്ക് ചേക്കേറിയ ഒരു മനുഷ്യൻ. അത് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടും ആണ്. കാരണം 2 വൃക്കകളും തകരാറിലായി മരണാസന്നനായ സുദേവൻ അദ്ദേഹത്തെ അന്ന് സഹായിക്കാൻ ബോധപൂർവമോ അറിഞ്ഞ് അലിവുകൊണ്ടോ പിണറായി വിജയൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്, അമൃത ഹോസ്പിറ്റലിൽ തന്നെ, കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ഇപ്പോൾ ആരോഗ്യവാനായി സജീവമായി പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ആ കാരണത്താൽ അദ്ദേഹം സ്വാഭാവികമായും പിണറായി പക്ഷത്തേക്ക് ചാഞ്ഞു. അതിനെ തുടർന്ന് പല നേതാക്കന്മാരും അങ്ങനെ ചാഞ്ചാട്ടം കാണിച്ചു. അങ്ങനെയാണ് കൊല്ലം ജില്ലയിലെ CPIM-നെ, ആ സംഘടനയെ പിടിച്ചെടുക്കാൻ പിണറായിക്ക് കഴിഞ്ഞത്. ഒരു സമ്മേളന കാലയളവിൽ കൊല്ലം ഗസ്റ്റ് ഹൗസിൽ വന്ന് പിണറായി വിജയൻ അന്ന് സജീവമായി VS പക്ഷക്കാരായി നിന്നിരുന്ന കരിങ്ങന്നൂർ മുരളിയെയും PR വസന്തനെയും ഗസ്റ്റ് ഹൗസിലേക്ക് അനുരഞ്ജന സംഭാഷണത്തിന് ക്ഷണിച്ചു. അവരോട് ചോദിച്ചത്, കരിങ്ങന്നൂർ മുരളി പോയില്ല. കരിങ്ങന്നൂർ മുരളി പറഞ്ഞത്, എനിക്ക് ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരിക്കേണ്ട, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ വസന്തൻ പോയി, PR വസന്തൻ പോയി. PR വസന്തനോട് ചോദിച്ചെന്നാണ് പറയുന്നത്, ഏരിയ സെക്രട്ടറി ആയിരിക്കുന്നു, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരിക്കുന്നു. അപ്പോൾ വസന്തൻ ഇതൊക്കെ കണ്ടുവരുന്ന ഒരാളായതുകൊണ്ട് അതിനോടുള്ള ആക്രാന്തം കൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി തന്നെ ഇരിക്കാം എന്ന് നിശ്ചയിച്ചു. ആ ഒറ്റ രാത്രി കൊണ്ട് തന്നെ മലക്കം മറിഞ്ഞ് പിണറായി പക്ഷത്തേക്ക് ചേക്കേറി. എന്നാൽ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിൽ CPI-യുടെ R രാമചന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിനെ തുടർന്ന് CPM സംഘടനാ മിഷണറി നല്ലപോലെ ചലിപ്പിച്ചില്ല എന്നുള്ള കുറ്റാരോപണത്തിൽ അദ്ദേഹത്തെ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും എടുത്തു കളഞ്ഞു. അദ്ദേഹത്തെ മാത്രമല്ല, കുണ്ടറയിൽ പരാജയം മുന്നിൽ കണ്ട് പ്രവർത്തനം വ്യഗ്രതയോടെ നടത്തിയില്ല എന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ട് NS പ്രസന്നകുമാർ എന്ന് പറയുന്ന കർഷക സംഘത്തിൻ്റെ നേതാവായിരുന്ന സീനിയറായിട്ടുള്ള NS പ്രസന്നകുമാറിനെയും ഇരവിപുരത്തു നിന്നുള്ള NS പ്രസന്നകുമാറിനെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയുണ്ടായി. അപ്പം ഇത്രയും അസംതൃപ്തികൾ കൊല്ലം ജില്ലയിൽ നിറഞ്ഞുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിങ്ങന്നൂർ മുരളി പോയില്ല, ഗസ്റ്റ് ഹൗസിലേക്ക് പോയില്ല. കരിങ്ങന്നൂർ മുരളി പറഞ്ഞു, എനിക്ക് ഗസ്റ്റ് ഹൗസിൽ പോയി ജില്ലാ കമ്മിറ്റിയിൽ തുടരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഉറച്ച സ്റ്റാൻഡിൽ അന്നും ഇന്നും നിൽക്കുന്ന ഒരു മനുഷ്യനാണ് സഖാവ് കരിങ്ങന്നൂർ മുരളി. കരിങ്ങന്നൂർ മുരളിയെയും വേറെ ഏതൊരു നേതാവിനെയും വെച്ച് ഈ ജില്ലയിലൊരു റഫറൻഡം നടത്തിയാൽ കരിങ്ങന്നൂർ മുരളി 1-ാം സ്ഥാനത്തെത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇന്നും പാർട്ടി കേഡർമാർക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ ഒരു ആദരണീയനായ ആരാധ്യപുരുഷനായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയാവില്ല എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി S. സുദേവൻ വളരെ ത്യാഗനിർഭരമായ പാരമ്പര്യത്തിന് അവകാശിയാണ്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പക്ഷം മാറിയതിൻ്റെ ഭാഗമായിട്ട് ചില അന്യവർഗ ചിന്താഗതികൾ കുനിഞ്ഞു നിന്നാൽ കാൽപ്പണം കൊണ്ട് എഴുന്നേക്കൂ എന്നുള്ള
ഒരു മർമറിങ്, ഇങ്ങനെ ചെവിയോട് ചെവി ഒരു പറച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അതിനകത്തുള്ള വാസ്തവം അറിയില്ല, അതുകൊണ്ട് ഞാനത് സ്ഥിരീകരിച്ച് പറയുന്നില്ല. എന്തായാലും 100 രൂപ കിട്ടിയാലും വാങ്ങിക്കുമെന്നുള്ള അവസ്ഥയിലേക്കാണ് എന്നാണ് ജനങ്ങളുടെ അല്ല, പാർട്ടി പ്രവർത്തകന്മാർക്കിടയിൽ, അനുഭാവികൾക്കിടയിൽ ഉള്ള വ്യാപകമായ ഒരു മർമറിങ് ക്യാമ്പയിൻ അങ്ങനെ നടക്കുന്നുണ്ട്. VS പിണറായി വിഭാഗീയതയുടെ കാലത്ത് കൊല്ലം VSൻ്റെ ഉറച്ച കോട്ടയായിരുന്നു. എന്നാൽ മലപ്പുറം സമ്മേളനത്തിനെത്തിയപ്പോൾ അവിടെ വെച്ചാണ് VSൻ്റെ ശക്തി കേന്ദ്രമായ ഈ പുനലൂരും കരുനാഗപ്പള്ളിയും, പുനലൂരിൻ്റെ നേതാവ് S ജയമോഹൻ തന്നെ, കരുനാഗപ്പള്ളിയിൽ PR വസന്തൻ തന്നെ, മലപ്പുറത്ത് വെച്ച് PR വസന്തൻ ഇവിടെ വെച്ചേ മറിഞ്ഞു, S ജയമോഹൻ മലപ്പുറത്ത് വെച്ച് മറിഞ്ഞു. പിണറായി പക്ഷത്തേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് സംസ്ഥാനത്തെ പാർട്ടി സംഘടന തന്നെ പിണറായി വിജയന് പിടിച്ചടക്കാൻ കഴിഞ്ഞു. കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം തന്നെ അത് മാറ്റിമറിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ. അതുപോലെ ജയമേഴ്സിക്കുട്ടിയമ്മ VS ഗ്രൂപ്പിൻ്റെ ഒരു ചാമ്പ്യനായിരുന്നു, പൈലറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ജയമേഴ്സിക്കുട്ടിയമ്മ കഴിഞ്ഞ ആദ്യത്തെ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയുമായിരുന്നു. അതോടുകൂടി അവരുടെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് അടങ്ങി എന്നാണ് തോന്നുന്നത്. അവരും സജീവമായിട്ട് ഇപ്പോൾ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകി നിൽക്കുന്നത് ഒരു പിണറായി പക്ഷത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. അല്ലാതെ പഴയ നിലപാടിൽ അടിയുറച്ച് നിൽക്കുന്ന സ്വഭാവമൊന്നുമില്ല. യഥാർത്ഥത്തിൽ K രാജഗോപാൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞപ്പോൾ അവിടെ പകരം വരേണ്ടിയിരുന്നത് P രാജേന്ദ്രനായിരുന്നു. അപ്പോൾ പുതുതലമുറ വരണമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് KN ബാലഗോപാലിനെ കൊല്ലത്തും P രാജീവിനെ എറണാകുളത്തും സെക്രട്ടറിയാക്കിയത്. KN ബാലഗോപാൽ വന്ന് മഴക്കുഴി സംഭവം ഒക്കെ കൊല്ലം ജില്ലയിലുണ്ടാക്കി. മറ്റേ അദ്ദേഹം മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്ലാസ്റ്റിക് വിമുക്ത ഹരിത എറണാകുളം ഉണ്ടാക്കി. അങ്ങനെ ചില മുട്ടാപ്പോക്ക് നയങ്ങൾ കൂടിയൊക്കെ അവർ നടത്തി, ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടി നടത്തി. ഭീകര സംഘടനകളാണ് യഥാർത്ഥത്തിൽ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. വിചാരിച്ച് ആത്മാർത്ഥമായ ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൂടെന്നല്ല, അത് നടത്തണം. അത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അങ്ങനെ വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് ഈ സമ്മേളനം തുടങ്ങിയ സാഹചര്യത്തിൽ CPM-ന് അകത്ത് ഉള്ളത്. ഇതിൽ പലരെയും ഉൾക്കൊള്ളാനുണ്ട്, പലരെയും തള്ളാനുമുണ്ട്. അത് തള്ളുന്നവരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, വ്യക്തിപരമായി അവർക്ക് നമ്മളോട് വിരോധം തോന്നും എന്നുള്ളതുകൊണ്ടും ലഭ്യമായ വിവരം ആധികാരികമല്ല എന്നുള്ളതുകൊണ്ടും പറയുന്നില്ല. ആധികാരികമായിരുന്നെങ്കിൽ പറയുന്നതിന് പ്രശ്നമില്ല. ഒട്ടനവധി പേർ അനർഹരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലുമുണ്ട്. അവരെ ഒഴിവാക്കി അതോടൊപ്പം ജനകീയരായ പാർട്ടി നേതാക്കന്മാർ ഇപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ട്. അവരെ കൂടി ഉൾക്കൊണ്ട് ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായ ഒരു ജില്ലാ കമ്മിറ്റി വരുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ, നടപടികൾ, സംഘടനാ തീരുമാനങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷ വെച്ചു പുലർത്താനേ നമുക്ക് അവകാശമുള്ളൂ എന്നുള്ളതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.